Hi friends, welcome back to my today's class ICD 10 Coding Guidelines Chapter 20 External Causes of Morbidity. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറേ സെക്ഷൻസ് ഇതിൻ്റെ കണ്ടു ഈ ചാപ്റ്ററിൻ്റെ തന്നെ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് എന്തൊക്കെയാണ് ഗൈഡ് ലൈൻസ് നോക്കാം. First, if the reporting format limits the number of external cause code. ഇതെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ മെഡിക്കൽ കോഡിങ്ങിൽ കോഡ് ചെയ്യുമ്പോൾ കുറേ കോളംസ് കാണും. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെന്റിൽ കുറേ എക്സ്റ്റേണൽ കോസസ് കോഡ് ഉണ്ട്, പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള കോളംസേ ഉള്ളൂ എങ്കിൽ നമ്മൾ ഏത് എക്സ്റ്റേണൽ കോസ് കോഡാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ആ ടൈമിൽ നമ്മൾ കോഡ് ചെയ്യേണ്ടത് മോസ്റ്റ് റിലേറ്റഡ് ടു ദി പ്രിൻസിപ്പൽ ഡയഗ്നോസിസ്. നമ്മൾ ആ പേഷ്യൻറ്റിന് ആദ്യമേ കൊടുത്തേക്കുന്ന ഡയഗ്നോസിസ് ഏതാണോ ആ ഡയഗ്നോസിസിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്റ്റേണൽ കോസ് കോഡ് മാത്രം യൂസ് ചെയ്താൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. ഹിയർ ദ റിപ്പോർട്ട് the code for cause or intent most related to the principal diagnosis. External cause code ഏതാണോ പ്രിൻസിപ്പൽ ഡയഗ്നോസിസിന് മോസ്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് ആ കോഡ് മാത്രം യൂസ് ചെയ്യുക, അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, മൾട്ടിപ്പിൾ എക്സ്റ്റേണൽ കോസ് കോഡിംഗ് ഗൈഡ് ലൈൻ. ഒരു പേഷ്യന്റിന്റെ റിപ്പോർട്ടിൽ കുറേ എക്സ്റ്റേണൽ കോസ് കോഡ് ഉണ്ട്. അപ്പം നമ്മൾ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ചൈൽഡ് ആൻഡ് അഡൾട്ട് അബ്യൂസ്, അതാണ് ആദ്യമേ കോഡ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് മറ്റ് എക്സ്റ്റേണൽ കോസ് കോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോഡ് ചെയ്യുക. അടുത്തതായിട്ട് പ്രയോറിറ്റി ഈ ചൈൽഡ് ആൻഡ് അഡൾട്ട് അബ്യൂസ് കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ ചാർട്ടിൽ ടെററിസം ഈവന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടുത്തായിട്ട് കോഡ് ചെയ്യണം. പ്രയോറിറ്റി കൊടുക്കേണ്ടത് കാറ്റാക്ലൈസിമിക് ഈവന്റ്. കാറ്റാക്ലൈസിമിക് ഈവന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഡിസാസ്റ്റർ ഫുള്ളിനെ ഡിസ്ട്രക്ട് ചെയ്യും, ഫുൾ ഏരിയ തന്നെ ഡിസ്ട്രക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ സുനാമി, എർത്തുക്വേക്ക് ഇങ്ങനെയൊക്കെ വരുന്നതാണ് കാറ്റാക്ലൈസിമിക് ഈവന്റ്. ഇനി ഈ കാറ്റാക്ലൈസിമിക് ഈവന്റിന് ശേഷം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ട്രാൻസ്പോർട്ട് ആക്സിഡന്റിനാണ്. അപ്പൊ ഇതാണ് പ്രയോറിറ്റി വൈസ് നമ്മൾ എക്സ്റ്റേണൽ കോസ് കോഡിന് കൊടുക്കേണ്ടത്. ആദ്യമേ ചൈൽഡ് ആൻഡ് അഡൾട്ട് അബ്യൂസ്, നെക്സ്റ്റ് ടെററിസം ഈവന്റ്, കാറ്റാക്ലൈസിമിക് ഈവന്റ്, നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് ആക്സിഡന്റ്. ഇതിലേതാണോ ഉള്ളത് അത് നോക്കി നമ്മൾ കോഡ് ചെയ്യണം പ്രയോറിറ്റി. നെക്സ്റ്റ്, ചൈൽഡ് ആൻഡ് അഡൾട്ട് അബ്യൂസ് ഗൈഡ് ലൈൻ. ഇനി ചൈൽഡ് ആൻഡ് അഡൾട്ട് അബ്യൂസ് ഗൈഡ് ലൈൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അഡൾട്ട് ആൻഡ് ചൈൽഡ് അബ്യൂസ്, നെഗ്ലക്റ്റ് ആൻഡ് മാൾ ട്രീറ്റ്മെന്റ് ആർ ക്ലാസിഫൈഡ് ആസ് അസാൾട്ട്. ഈ ചൈൽഡ് അബ്യൂസും നെഗ്ലക്റ്റ് ആൻഡ് മാൾ ട്രീറ്റ്മെന്റ് ഇതൊക്കെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അസാൾട്ടിലാണ്. അസാൾട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഫിസിക്കൽ അറ്റാക്ക്. ഇനി ഇതിൽ നെഗ്ലക്റ്റ് ആൻഡ് മാൾ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഒരാള് മറ്റൊരാളുടെ കീഴിൽ വളരുന്നു, പക്ഷെ ആ വളർത്തുന്ന ആള് ആ കുട്ടിയെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നില്ല, അതാണ് നെഗ്ലക്റ്റ്. മാൾ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ അറിയാലോ, ആ കുട്ടിക്കെതിരെ തെറ്റായിട്ട് എന്തെങ്കിലും പ്രവർത്തി ചെയ്യുക, അതാണ് മാൾ ട്രീറ്റ്മെന്റ്. അബ്യൂസ് അറിയാലോ. ഇതെല്ലാം ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അസാൾട്ടിലാണ്. അസാൾട്ട് എന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ കോസ് കോഡാണ്. അസാൾട്ട് കോഡ്സ് ആർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ എക്സ്റ്റേണൽ കോസ് ഓഫ് എനി ഇഞ്ചുറി റിസൾട്ടിങ് ഫ്രം കൺഫേംഡ് അബ്യൂസ്. ഒരു കൺഫേംഡ് അബ്യൂസ് ഉണ്ടായെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട എക്സ്റ്റേണൽ കോസ് കോഡാണ് അസാൾട്ട്. For confirmed cases of abuse, neglect and maltreatment, when the perpetrator is known, a code from Y07 should be assigned. ഇവിടെ അബ്യൂസ് നടന്നിട്ടുണ്ട്, ആ ടൈമിൽ നമ്മൾ കൊടുക്കേണ്ട കോഡാണ് Y07 എക്സ്റ്റേണൽ കോസ് കോഡ്. അതൊരു അസാൾട്ട് കോഡാണ്. അപ്പൊ ഈ പെർപിട്രേറ്റർ എന്ന് വെച്ചാൽ ഒരു കുട്ടിയെ അബ്യൂസ് ചെയ്ത പേഴ്സണെയാണ് പെർപിട്രേറ്റർ എന്ന് പറയുന്നത്. ആ പേഴ്സൺ ആരാണെന്ന് അറിഞ്ഞാൽ നമ്മൾ കോഡ് ചെയ്യേണ്ടത് Y07 ആണ്. Y07 എന്ന് വെച്ചാൽ പെർപിട്രേറ്റർ ഓഫ് മാൽട്രീറ്റ്മെന്റ് ആൻഡ് നെഗ്ലക്റ്റ്. ഈ ചെയ്ത പേഴ്സൺ ആണ് പെർപിട്രേറ്റർ. അതിനുള്ള കോഡാണ് Y07.
നെക്സ്റ്റ് അൺനോൺ ഓർ അൺഡിറ്റർമൈൻഡ് ഇന്റന്റ് ഗൈഡ് ലൈൻ. ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഇഞ്ചുറി നടന്നു, ആ ഇഞ്ചുറി എന്തുകൊണ്ടാണ് നടന്നതെന്ന് നമുക്കറിയത്തില്ല. ആ ടൈമിൽ എന്താണ് ഗൈഡ് ലൈൻ? If the intent of cause of injury or other condition is unknown or unspecified, quote the intent as accidental intent. നമുക്ക് ഇഞ്ചുറി എങ്ങനെയാണ് നടന്നതെന്ന് അറിയത്തില്ല, അപ്പൊ കോഡ് ചെയ്യേണ്ടത് ആക്സിഡന്റൽ ഇന്റന്റ് ആയിട്ടാണ് കോഡ് ചെയ്യേണ്ടത്. ഓൾ ട്രാൻസ്പോർട്ട് ആക്സിഡന്റ് കാറ്റഗറീസ് അസ്യൂം ആക്സിഡന്റൽ ഇന്റന്റ്. ട്രാൻസ്പോർട്ട് ആക്സിഡന്റ് എല്ലാം നമ്മൾ കാറ്റഗറി ചെയ്തേക്കുന്നത് ആക്സിഡന്റൽ ഇന്റന്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല, ആ ഇന്റൻഷൻ എന്താണെന്ന് നമുക്കറിയത്തില്ല, അതാണ് ആക്സിഡന്റൽ ഇന്റന്റ്. യൂസ് ഓഫ് അൺഡിറ്റർമൈൻഡ് ഇന്റന്റ്. ഇവിടെ അൺഡിറ്റർമൈൻഡ് ഇന്റന്റ് എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്താണ് ഇന്റൻഷൻ എന്ന്. External cause code for events of undetermined intent are only for use if the documentation in the record specifies that intent cannot be determined. ആ intention നമുക്ക് ഒരിക്കലും ഡിറ്റർമൈൻ ചെയ്യാനേ പറ്റത്തില്ല, അതാണ് undetermined intent. നെക്സ്റ്റ് സീക്വല്ലേ ഓഫ് എക്സ്റ്റേണൽ കോസ് ഗൈഡ് ലൈൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സീക്വല്ലേ എന്ന് വെച്ചാൽ ഒരു ഇഞ്ചുറി നടന്നു, ആ ഇഞ്ചുറിക്ക് ശേഷം കുറേ നാളുകൾ കഴിഞ്ഞ് ആ ഇഞ്ചുറി കാരണം നമുക്ക് മറ്റെന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടായാൽ അതാണ് സീക്വല്ലേ അല്ലെങ്കിൽ ലേറ്റ് എഫക്റ്റ് എന്ന് പറയാം. ഇതിലുള്ള ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സീക്വല്ലേ എക്സ്റ്റേണൽ കോസ് കോഡ്സ്. സീക്വല്ലേയും ഒരു എക്സ്റ്റേണൽ കോസ് കോഡാണ്. Sequelae are reported using the external cause code with the 7th character S for sequelae. This code should be used with any report of late effect or sequelae resulting from a previous injury. ഇവിടെ എക്സ്റ്റേണൽ കോസ് കോഡിന്റെ 7th ക്യാരക്ടർ ആയിട്ട് നമ്മൾ എസ് എന്ന് കൊടുക്കുമ്പോൾ അത് സീക്വല്ലേ ആയിട്ട് വരുന്നു. ഈ സീക്വല്ലേ എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഒരു ഇഞ്ചുറി നടന്നു, പ്രീവിയസ് ആയിട്ട് ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം ക്യൂറായി, പക്ഷെ അത് കാരണം നമുക്ക് മറ്റെന്തെങ്കിലും ഒരു കണ്ടീഷൻ വന്നു, അതാണ് ആ ടൈമിലാണ് നമ്മൾ ഈ സീക്വല്ലേ കോഡ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് സീക്വല്ലേ എക്സ്റ്റേണൽ കോസ് കോഡ് വിത്ത് എ റിലേറ്റഡ് കറന്റ് ഇഞ്ചുറി. ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു സീക്വല്ലയും ഉണ്ട്, പക്ഷെ കറന്റ് ആയിട്ട് അതിന് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ സീക്വല്ലേക്ക് റിലേറ്റഡ് ആയിട്ട് ഒരു ഇഞ്ചുറിയും നടന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഈ പഴയ സീക്വല്ലേ എന്ന് വെച്ചാൽ എന്താണ്? ക്യൂറായ ഒരു ഇഞ്ചുറി കൊണ്ട് നമുക്ക് വന്ന ഒരു കണ്ടീഷനാണ് സീക്വല്ലേ. ആ സീക്വല്ലേ ഉണ്ട്, കറന്റ് ആയിട്ട് പുതിയൊരു ഇഞ്ചുറിയും ഉണ്ട്. ആ ടൈമിൽ എന്താണ് കോഡ് ചെയ്യേണ്ടത്? ഈ സീക്വല്ലേ എക്സ്റ്റേണൽ കോസ് കോഡ് ഷുഡ് നെവർ ബി യൂസ്ഡ് വിത്ത് എ റിലേറ്റഡ് കറന്റ് നേച്ചർ ഓഫ് ഇഞ്ചുറി. ആ ടൈമിൽ നമ്മൾ ഒരിക്കലും സീക്വല്ലേ കോഡ് ചെയ്യാൻ പാടില്ല. സീക്വല്ലേയും കറന്റ് ഇഞ്ചുറിയും തമ്മിൽ ഒരിക്കലും കോഡ് ചെയ്യാൻ പാടില്ല. കാരണം ഈ സീക്വല്ലേ എന്ന് വെച്ചാൽ മറ്റൊരു ഇഞ്ചുറി കാരണം ഉണ്ടായതാണ്, കറന്റ് ആയിട്ടുള്ള ഇഞ്ചുറി മറ്റൊരു കണ്ടീഷനാണ്. അപ്പൊ ഇത് രണ്ടും ഒരിക്കലും കോഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടെററിസം ഗൈഡ് ലൈൻ. കോസ് ഓഫ് ഇഞ്ചുറി ഐഡന്റിഫൈഡ് ബൈ എ ഫെഡറൽ ഗവൺമെന്റ് ആസ് ടെററിസം. ഫെഡറൽ ഗവൺമെന്റ് കാരണം ഒരു ഇഞ്ചുറി ഉണ്ടായാൽ അവിടെ എന്താണ് ഗൈഡ് ലൈൻ? When the cause of an injury is identified by the federal government as terrorism, the first listed external cause code should be code from category Y38. നമുക്കൊരു പേഷ്യന്റിന്റെ റെക്കോർഡിൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, അത് എന്തുകൊണ്ടാണ്? ഫെഡറൽ ഗവൺമെന്റിന്റെ ടെററിസം കൊണ്ടാണ് എങ്കിൽ നമ്മൾ കോഡ് ചെയ്യേണ്ടത് Y38 കോഡാണ്. The definition of terrorism employed by FBI is founded at the inclusion note at the beginning of category Y38. നമ്മൾ Y38 ICD-10 കോഡിൽ ചെന്ന് നോക്കുമ്പോൾ ആ കോഡിന്റെ താഴെ ഇൻക്ലൂഷൻ നോട്ടിലായിട്ട് കുറെ ഡെഫിനിഷൻ തന്നിരിക്കുക. അതിന് ഇതിലുണ്ടെന്നാണ് പറയുന്നത്. ടെററിസം എംപ്ലോയ്ഡ് ബൈ FBI എന്നുണ്ട്. അപ്പൊ ഈ കോഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. Next, cause of an injury is suspected to be result of terrorism. ഒരു ഇഞ്ചുറി ഉണ്ടായത്
ടെററിസം കൊണ്ടാണ് എന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യുകയാണ് ആ ടൈമിൽ. when the cause of an injury is suspected to be result of terrorism, a code from category Y38 should not be used. Y38 ആ ടൈമിൽ നമ്മൾ കൊടുക്കരുത്. സസ്പെക്റ്റഡ് കേസ് ഷുഡ് ബി ക്ലാസിഫൈഡ് ആസ് അസാൾട്ട്. സസ്പെക്റ്റഡ് ടൈമിൽ നമ്മൾ Y38 കൊടുക്കരുത്, അസാൾട്ട് ആയിട്ടാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കോഡ് Y38.9 ടെററിസം സെക്കൻഡറി എഫക്റ്റ്. ഇനി Y38.9 എന്താണെന്ന് നോക്കാം. അസൈൻ ദ കോഡ് Y38.9 ടെററിസം സെക്കൻഡറി എഫക്റ്റ് ഫോർ കണ്ടീഷൻ ഒക്കറിങ് സബ്സിക്വൻറ്റ് ടു ദി ടെററിസം ഈവൻറ്റ്. ഇതെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ടെററിസം നടന്നു, അതിനുശേഷം ആ പേഷ്യൻറ്റിന് മറ്റെന്തെങ്കിലും സബ്സിക്വൻ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും ഇഞ്ചുറി കൊടുക്കുമ്പോൾ കൊടുക്കാനുള്ള എക്സ്റ്റേണൽ കോസ് കോഡാണ് Y38.9. This code should not be assigned for the condition that are due to the Initial Terrorism Act. ഈ കോഡ് നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ആദ്യമേ നടന്ന ടെററിസം ആക്ട് കൊണ്ടാണ് ഈ ഇഞ്ചുറി നടന്നത് എന്ന് നമ്മൾ കൊടുക്കാൻ പാടില്ല. ആ ഈ ടെററിസം നടന്ന് അതിന് ശേഷം സബ്സിക്വൻ്റായിട്ട് ഒരു ഇഞ്ചുറി നടക്കുമ്പോൾ മാത്രമേ Y38.9 കൊടുക്കാൻ പാടുള്ളൂ. ഈ കോഡിന് ആദ്യമേ നടന്ന ടെററിസവുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എക്സ്റ്റേണൽ കോസ് സ്റ്റേറ്റസ് കോഡ്. ഇത് അസൈൻ എ കോഡ് ഫ്രം കാറ്റഗറി Y99 എക്സ്റ്റേണൽ കോസ് സ്റ്റേറ്റസ് ടു ഇൻഡിക്കേറ്റ് വർക്ക് സ്റ്റേറ്റസ് ഓഫ് ദി പേഴ്സൺ അറ്റ് ദ ടൈം ഓഫ് ഈവൻറ്റ് ഒക്കേർഡ്. ഒരു പേഷ്യൻറ്റിന് ഇഞ്ചുറി നടക്കുമ്പോൾ ആ പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ പേഴ്സൺ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് കൊടുക്കുന്ന സ്റ്റേറ്റസ് കോഡാണ് Y99 കോഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ കഴിഞ്ഞു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ കൂടുതൽ ചാപ്റ്റേഴ്സിനും ഇതുപോലുള്ള മെഡിക്കൽ കോഡിങ് അപ്ഡേറ്റിനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്.